സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാനും ഷൈനും പാടിയും ഒന്ന് വയനാട് വരെ പോകണേ. ജസ്റ്റ് ഒരു കറക്കിട്ട് വരെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി മഴ ഉണ്ടാവുമെന്ന് അറിയില്ല, അതാണ് ആകെ ഒരു പേടി. വേറെ പ്രശ്നമൊന്നുമില്ല, മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നൈസാണ്. മഴ ഉണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങാറാവും, എന്നാലും നമ്മൾ പോകും. അപ്പോൾ കുറച്ച് കണ്ട് വിട്ടിട്ടുള്ളൂ. 15 മിനിറ്റ് കുറച്ച് പോകാണ്ട്, കുറച്ച് അധികം പോകാണ്ട്. ഒരു 400 രൂപക്ക് പെട്രോൾ കിട്ടും. അത്യാവശ്യം കയറാനുള്ള എന്തായാലും ഉണ്ടാവും, കയറി കറങ്ങാനുള്ള ഉണ്ടാവും. ഈ ക്ലൈമറ്റ് തന്നെ വയനാട് എത്ര വരെ കിട്ടിയിരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ സെറ്റ് ചെയ്യും. അതെല്ലാം അതിൻ്റെ ഇടയിൽ മഴ ഒന്ന് പെയ്താലാണ് പ്രശ്നം. അതൊക്കെ നല്ല ക്ലൈമറ്റിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഓടിച്ചു പോകാം. നമ്മൾ ഞാൻ കഴിഞ്ഞ കൊല്ലം വയനാട് പോയതാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തിന് ശേഷം പിന്നെ വയനാട് കയറിയിട്ടില്ല, പിന്നെ എപ്പോഴാണ് പോണേ. സോ ഹൈവേ വരുന്നുണ്ട്, ക്യാമറ എടുക്കാൻ പറ്റില്ല, ഒന്ന് കേട്ടെ. വന്ന് നമ്മൾ പേരറിയാത്ത ഏതൊരു സ്ഥലത്തെത്തി. ഇത് ഏകദേശം ഒരു 73 കിലോമീറ്ററും പാടി ഇവിടുന്ന് വയനാട് ജില്ലയിലേക്ക്. വയനാടിൽ നിന്ന് ഇട്ടിട്ടുള്ളൂ. വയനാടിൽ നിന്നും പോകാണ്ട് കുറച്ച് മാനന്തവാടി ആ ഒരു ഗ്യാപ്പിലേക്കാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കാണാൻ. ഇപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നൈസ് വ്യൂ ആണ് കാണാൻ. നല്ല ബൈക്ക് ഓടിക്കാനൊരു സുഖമാണ്. ഏതാ റോഡ് കാണാൻ തന്നെ ഒരു നേക്ക. ഏതാ ഈ റോഡ് കൂടെ ഡ്രൈവ് ചെയ്യാൻ വേറൊരു സുഖം തന്നെ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി അവിടുന്ന് വിട്ട് ഏകദേശം ഇപ്പൊ താമരശ്ശേരി കഴിഞ്ഞു. ഇതൊക്കെ നോക്കാം, കാണാൻ നല്ല രസം കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്ലൈമറ്റും റോഡും ഒക്കെ നൈസാണ്. ഈ ഇതിലൂടെ ഇങ്ങനെ നൈസ്. അവിടുന്ന് കുറച്ചുപാടി ഫ്രണ്ടിലേക്ക് പോയപ്പോ വേറൊരു വ്യൂ. ഏതാല്ലേ, കുറച്ച് തണുപ്പൊക്കെ അടിക്കുന്നുണ്ട്, കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. എന്നാലും മഴൻ്റെ ചെറിയൊരു കോളുണ്ട്. വന്നിട്ട് ഒരു കോട്ട് വാങ്ങണം. പക്ഷേ നൈസ്, നല്ല സുഖം. നോക്കാം. ഇപ്പോൾ നമ്മളൊക്കെ ഏകദേശം 68 കിലോമീറ്റർ പാടി. 68 കിലോമീറ്റർ പറയുമ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ പോണേ. അപ്പോൾ അവിടേക്കാണ് 68 കിലോ. ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു പള്ളി കണ്ടു. ഏതാല്ലേ പള്ളി, കാണാനേ വരുന്നേക്കാണ്. ഞാൻ അസുര സ്കെച്ചിട്ടില്ല, ഒന്ന് കയറി നിസ്കരിച്ചാലോ എന്നുണ്ട്. ഒടുങ്ങാക്കാട് മക്കാം അതിൻ്റെ ഉള്ളിലേക്കല്ലേ. പള്ളി നൈസാട്ടോ, ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ കുറേയൊക്കെ മാറ്റം വന്നു ഇവിടെ. ഇങ്ങനെ വന്ന് മൂന്നാമത്തെ ഹെയർ പില്ല് ഞങ്ങൾ നിർത്തി. നാലാമത്തെ ഹെയർ പില്ല് ഇതാണ്. നാലാമത്തെ ഹെയർ പില്ല് നിർത്തിയിട്ട് ഇത് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഫുഡല്ല ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. ഏതാ വ്യൂ നോക്കിയാ, മച്ചാ സീരിയസ് ആണ്. അങ്ങനെ വന്ന് ഞങ്ങളൊന്ന് ഒരു വാഷ്റൂം തപ്പി ഇറങ്ങിയപ്പോൾ കണ്ടൊരു സംഭവം ഉണ്ടോ നോക്കാം. അല്ലാ, ഇവിടെയൊക്കെ എന്തൊക്കെ സെറ്റപ്പിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ വ്യൂ ഇത് ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്ന ഓടുന്നോ ഏതാല്ലേ എനിക്കറിയില്ല. ഇത് എവിടുന്ന വരുന്നറിയില്ല, പക്ഷെ നല്ല രസം കാണാൻ. കേട്ടോ മേലക്കൊക്കെ കോട നിറഞ്ഞ ചുരത്തിലൂടെ ഇങ്ങനെ കയറി പോകണം. എന്തായാലും പോയി കഴിക്കണം. നല്ല ചൂട് ബൂസ്റ്റും ബിസ്ക്കറ്റും അല്ലേ. വിശക്കുന്നില്ല, കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. സോ വിശപ്പ് കുറവാണ്, സെറ്റാണ്, കുഴപ്പമില്ല. നല്ല ചൂട് ബൂസ്റ്റ് എടുത്തിട്ട് സുഖം. സൺസെറ്റ് കാണാൻ നൈസാട്ടോ, നൈസ്. ഞങ്ങൾ ചായ പിടിച്ച് കഴിഞ്ഞ് നേരെ കയറി പോകണം, മേലോട്ട് കയറി പോകണം. ഒരു 10-50 സംതിങ് കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ വന്ന് നമ്മൾ കുറച്ചും കൂടി ഹൈറ്റിലേക്ക് എത്തിയപ്പോൾ കുറച്ചുപാടി നൈസ് വ്യൂ കിട്ടി ഗൈസ്. സൂര്യൻ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മേലത്തെ താഴോട്ട് കാണാൻ നൈസാണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, വയനാട്ടിലേക്ക് ആദ്യമായിട്ട് കയറി അല്ലേ. അതെ, ഇനി നമുക്ക് എത്ര കിലോമീറ്റർ, വെറും 51 കിലോമീറ്റർ ഏറാകുമ്പോഴത്തേക്കും നമ്മളെത്തും. സോ അടിച്ച് കയറ്റട്ടെ ഗൈസ്. അങ്ങനെ ചുരം കയറി നമ്മളിതാ വയനാടിൻ്റെ ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് വെറും 49 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം എത്തി തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓടി കുറേ ഓടി എവിടെയോ എത്തി, എവിടെ കറക്റ്റ് സ്ഥലം അറിയില്ല. ഇനി നമുക്ക് വെറും 32 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല തണുപ്പ് വന്നു തുടങ്ങി. പിന്നെ റോട്ടുമില്ലൊന്നും വല്ലാണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനൊക്കെ ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓടി ഒരു പമ്പ് കയറി ഗൈസ്. ഒന്ന് മുള്ളാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, കയ്യൊക്കെ നല്ലോണം തണുക്കുന്നുണ്ട്. ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നം. തൽക്കാലം നമുക്ക് സ്ത്രീകളുടെ ബാത്റൂമിലേക്ക് തൽക്കാലം ഇവിടെ ആളില്ലല്ലോ, അതുകൊണ്ട് മാത്രം കയറാം. ബാത്റൂം കാര്യം വൃത്തി കേട്ടോ, സെറ്റാണ്. മിററുള്ള ബാത്റൂം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മിററുള്ളൊരു ടോയ്ലറ്റ്, അത് പമ്പിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം സമയം 7 മണി ആയതേ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല, 7 മണിയായപ്പോൾ തന്നെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ മഴയില്ല, അതാണ് വലിയ കിട്ടൽ. മഴയില്ലാത്ത ഭയങ്കര കിട്ടലാണ്, അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. എങ്ങനെയുണ്ടടാ? അടുത്താ
മറ്റേ നീലാകാശം പച്ചക്കടല അത് കണ്ടാൽ ഇറങ്ങണ്ട. ഒന്നാമത് അവനക്ക് ഇത്ര വെയിറ്റ് ഉള്ള ബാഗാണ്. അതാണ് എൻ്റെ ഇജ്ജ് വെയിറ്റ് ബാഗ് പുറത്തേക്ക് വെക്കണേ. ഇതിമേല് അങ്ങനെ ലോഡ് ചെയ്തൂടെ? ആവൂലല്ലേ? അതിന് കൈ ലൂസാക്കിയാൽ ചിലപ്പോൾ ലൂഡാവും. അത്ര വെയിറ്റ് ഉള്ള സാധനം ഇട്ടിട്ടാണ്. എനിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ടൊരു ഇതേ ഉള്ളൂ. ലോങ് ഡ്രൈവ് അങ്ങനെ ഇരുന്ന് ഓടിച്ച് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നണമെന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സെറ്റല്ലേ? സൂപ്പറാട്ടോ. അവൻ ആദ്യമായിട്ടാ. സോ നമുക്ക് വിട്ടാലോ? ഇനിയൊരു 28 കിലോമീറ്റർ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എത്തും. എന്നാലും നാളെ കണ്ടെങ്കിലും ഇറങ്ങണം. മഴ ഉണ്ടാവരുതേ പ്രശ്നമേ. അങ്ങനെ നമ്മളിപ്പോൾ കെനിച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇനി ഇവിടുത്തെ ഒരു 13 കിലോമീറ്റർ, ഒരു 13 കിലോമീറ്റർ പാടി ഓടിയാൽ നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തും. കൂട്ടുകാരൻ്റെ വീട്ടിലെത്തും. ഓക്കെ. കൈ നല്ല തണുത്ത് മരവിക്കുന്നുണ്ട്, കാല് തണുക്കുന്നുണ്ട്. ശരി, കുട്ടീസ് എടുത്തിടണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ട വിചാരിച്ചു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉൾഗ്രാമമായിരുന്നൊരു സ്ഥലത്തിലൂടെയാണ് കഴിച്ചത്. ഒരു ഉൾഗ്രാമം എന്ന് വെച്ചാൽ ചെറിയ നമ്മുടെ നാട്ടിലൊരു അങ്ങാടി മാരത്തെ ഒരു ചെറിയൊരു അങ്ങാടിൻ്റെ ഉള്ളിലൂടെ ഒരു കാടല്ല എന്ന് വെച്ചാൽ നമ്മള് സ്ട്രീറ്റ് ലൈറ്റിലൂടെ പോയി ശീലമായിട്ട് ഇതിലൂടെ വരുമ്പോൾ കണ്ടോ വെളിച്ചമില്ല എന്ന് വെച്ചാൽ പോസ്റ്റ് പോലെ കാര്യങ്ങളും വെളിച്ചമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാലും റോഡ് പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റോഡ് തന്നെ, കുഴപ്പമൊന്നുമില്ല, നല്ല റോഡ് തന്നെയാണ്. ഓടിക്കാനൊരു സുഖമുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഞങ്ങൾ കണ്ടു ഗൈസ്, സ്ട്രീറ്റ് ലൈറ്റ് കണ്ടു. ഇത്രയും നേരം സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന വഴികൾ മൊത്തം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കട്ടറും കാര്യങ്ങളും. ശ്രദ്ധിച്ചില്ലെങ്കിൽ സീനാണ്. എന്നുവെച്ചാൽ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കണമെന്ന് കൈമന്ന് പോകും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഫുള്ള് മണ്ണോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഇതാണ്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. നമുക്കിതാ വെറും 3.8 കിലോമീറ്റർ പാടേ ഉള്ളൂ, ഏകദേശം എത്തി. അൽഹംദുലില്ല. എൻ്റെ വണ്ടിൻ്റെ ടയർ ഏകദേശമൊക്കെ മൊട്ടായി വരുന്നുണ്ട് അല്ലേ, കുറച്ച് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. ബാക്ക് ടയർ എന്താ ഇവിടെ, ഫ്രണ്ട് ടയർ സീനില്ല. ബാക്ക് ടയർ ആയി വരുന്നുണ്ട്, ആയി വരുന്നുള്ളൂ. കുഴപ്പമില്ല, കുറച്ച് പാടെ കിട്ടും, കുറച്ചധികം കിട്ടും, ആയി വരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. വണ്ടി അത്ര ഒരു ആ ചുരത്തുമ്പോൾ എടുത്തിട്ട് പിന്നെ വണ്ടി അങ്ങനെ നിർത്തിയിട്ടില്ല. പിന്നെ എപ്പോഴാണ് വണ്ടി ഒന്ന് മര്യാദയ്ക്ക് നിർത്തി എണീച്ച് നിൽക്കണേ. ആ പമ്പിലിറങ്ങി മൂത്രം ഒഴിച്ചിട്ട് പിന്നെ വണ്ടി ഓടിച്ചു. അങ്ങനെ റെസ്റ്റ് കൊടുത്തിട്ടില്ല, എപ്പോഴാണ് റെസ്റ്റ് കൊടുക്കണേ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടപ്പെടുക ലൈക്ക് സബ് അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.